ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ഓട്ടോമേറ്റ് 42. ഇന്ന് നമ്മളുടെ കയ്യിലുള്ളത് റോയൽ എൻഫീൽഡ് ഹിമാലയൻ 450 ആണ്. നമ്മൾ കുറേ നാൾ മുന്നേ ഇതിൻ്റെ ഒരു വാക്ക് അറൗണ്ട് ചെയ്തിട്ടുണ്ടായി. അതായത് ഈ വണ്ടി ഇറങ്ങിയ സമയത്ത്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്യാനായിട്ട് തപ്പി നടന്ന സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇവൻ ഒന്ന് രണ്ട് ഷോറൂംസിനെ കോൺടാക്ട് ചെയ്ത് നോക്കിയിട്ടൊന്നും വണ്ടി കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പോഴത്തെ ഒരു വണ്ടിയുടെ അവൈലബിലിറ്റിയുടെയും അതേപോലെ തന്നെ ഡിമാൻഡിൻ്റെയും ബേസ് ചെയ്തിട്ടാണെന്നാണ് അറിഞ്ഞത്. ആൻഡ് ഞാൻ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെയായിരുന്നു അവിടെ പരിചയക്കാരിൽ ആരെങ്കിലുമൊക്കെ വണ്ടി എടുക്കാനായിട്ട്. അങ്ങനെ അവസാനം നമ്മളുടെ കുറച്ച് ചങ്ങാതിമാർ എടുത്തിട്ടുണ്ടായി. ആൻഡ് അതിലൊരാളുടെ ഒരു വണ്ടിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. സോറി അബൌട്ട് ദ ഷിവറിങ്. ഈ ഭാഗത്ത് മൊത്തം ചാട്ടം ഉള്ള ഒരു ഏരിയയാണ്. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ എറണാകുളത്തെ കണ്ടെയ്നർ റോഡിലാണ്. അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള ഏരിയാസ് കൂടുതലായതുകൊണ്ടാണ് ഈ ഒരു ചാട്ടം കൂടുതൽ. അപ്പോൾ ബാക്ക് ടു ദ ടോപ്പിക്. അങ്ങനെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ് കൈ കിട്ടിയാണ്. ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. ഒരു 4000 മീറ്റർ കാണാൻ പറ്റും. 4200 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഓടിക്കഴിഞ്ഞേണ്ട വണ്ടിയാണ്. ഞാൻ ആക്ച്വലി നോക്കി നടന്നതും ഇത്തരത്തിലുള്ളൊരു വണ്ടിയാണ്. നമുക്ക് കുറച്ച് ഓടി കഴിഞ്ഞതിന് ശേഷമുള്ളൊരു വണ്ടിയാണ് വേണ്ടിയിരുന്നത്. ഒരു ഫ്രഷ് പീസ് കിട്ടുന്നത് കൂടുതൽ. ഇപ്പോൾ ഫസ്റ്റ് സർവീസൊക്കെ കഴിഞ്ഞു. സെക്കൻഡ് സർവീസിന് കയറാറായിട്ടിരിക്കുന്ന വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ചെയിൻ ഒരു ലേശം ലൂബിയാറൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ അല്ലറ കാര്യങ്ങളൊക്കെ ആയി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടേണ്ട കണ്ടീഷൻ എങ്ങനെയാണോ ആ രീതിക്കാണ് ഇപ്പോൾ വണ്ടി കിട്ടിയിരിക്കുന്നത്. നല്ല ഓവർടേക്ക്. ഇങ്ങനെ വേണം വണ്ടി ഓവർടേക്ക് ചെയ്യാൻ എൻ്റെ ചേട്ടോ. യെസ്. അപ്പോൾ ഒരു വാക്ക് അറൗണ്ട് കഴിഞ്ഞതുകൊണ്ട് തന്നെ നമ്മളുടെ വണ്ടിയിൽ സ്പെക് ഡീറ്റെയിൽസും അതേപോലെ തന്നെ മീറ്ററിലുള്ള ഡീറ്റെയിൽസും എല്ലാം തന്നെ ഞാൻ അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. ആ വാക്ക് അറൗണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ഈ ഒരു കോർണറിലായിട്ട് ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. സോ കണ്ടില്ലെങ്കിൽ നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളത്. സോ ഈ വീഡിയോയിൽ ഞാൻ സ്പെക് ഷീറ്റ് കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ ജസ്റ്റ് കവർ ചെയ്ത് പോവുകയാണെങ്കിൽ 450 cc 40 ഹോഴ്സ് പവർ, അതേപോലെ തന്നെ 40 Nm ടോർക്ക്. 40 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ ഹോഴ്സ് പവർ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ 39.7 സംതിങ് ഹോഴ്സ് പവറാണ് പറയുന്നത്. നമ്മളൊരു BHP അല്ലെങ്കിൽ PS പവറൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് 40 PS അല്ലെങ്കിൽ 40 BHP എന്ന് പറയുക. അതേപോലെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ ഒരു 230 mm നമുക്കൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. 220 ആണെന്ന് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. വണ്ടി അത്യാവശ്യം വെയിറ്റുള്ള ഒരു വണ്ടിയാണ്. ഏകദേശം 193 ആ റേഞ്ച് ഇതിൻ്റെ വെയിറ്റ് വരുന്നുണ്ട്. പ്രീവിയസ് ഹിമാലയയിൽ നിന്ന് ഒരു 5-6 കിലോ ഒക്കെ വ്യത്യാസം വരുന്നുള്ളൂ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഫീച്ചേഴ്സ്. ഒരു സ്പെക് ഷീറ്റ് വൈസ് നമ്മൾ നോക്കിയാലത്തെ കാര്യങ്ങൾ. എന്നാൽ ഓടിച്ച് നോക്കിയാൽ എങ്ങനെയുണ്ടെന്നുള്ളത് ഈ ഒരു റണ്ണിൽ ഞാൻ പറയാം. ഓക്കെ. ഇവിടെ മാത്രമേ ഭിക്ഷാടനം ഇല്ലാണ്ടിരുന്നുള്ളൂ. ഇവിടെയും തുടങ്ങിയിട്ടുണ്ട്. യെസ്. അപ്പോൾ വണ്ടി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം സൂപ്പർബ് വണ്ടിയാണ്. എന്താ പറയുക, ശരിക്കും ഇഷ്ടപ്പെടും ആ രീതിയിലുള്ള വണ്ടിയാണ്. ഹോഴ്സ് പവറിൻ്റെ കണക്ക് വെച്ച് ഒരിക്കലും പേടിപ്പെടുത്തുന്നൊരു കണക്കല്ല. ലൈക്ക് 40 ഹോഴ്സ് പവർ, യെസ് ഓഫ് കോഴ്സ് അതൊരു ഹയർ ആയിട്ടുള്ളൊരു പവർ തന്നെയാണ് തീർച്ചയായിട്ടും. ബട്ട് ഇറ്റ്സ് മാനേജബിൾ. നമുക്ക് കയ്യിൽ നിന്ന് പോകുന്ന ഒരു പേടിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ കൈ കൊടുക്കുന്നൊരു നേരത്ത് കയ്യിൽ നിന്ന് പോകുന്നതായിട്ട് ചെറുതായിട്ട് തോന്നും. അങ്ങനെയാണ് ഈ വണ്ടിയുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ബാക്കി ഞാൻ ഈ സിഗ്നൽ വീണ് കഴിഞ്ഞ് ഓടിച്ചു തുടങ്ങിയിട്ട് ഞാൻ ബാക്കി പറയാം. അപ്പോൾ മെയിനായിട്ട് വെയിറ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു അത്യാവശ്യം ഓടിയുള്ളൊരു വണ്ടി കിട്ടണമെന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് കുറച്ച് ദൂരം ഓടിച്ച് നോക്കണമെന്നുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഷോറൂമിൽ നിന്ന് എടുക്കുമ്പോൾ എനിക്ക് അധികം ദൂരം ഓടിക്കാൻ കിട്ടാറില്ല. നമുക്ക് വളരെ ചുരുക്കം ഡിസ്റ്റൻസുകളിലേക്ക് ഒരു 4 കിലോമീറ്റർ 6 കിലോമീറ്ററൊക്കെ മാക്സിമം ഒരു 10 കിലോമീറ്ററൊക്കെയാണ് നമുക്ക് അധികം കിട്ടാറ്. അറ്റ്ലീസ്റ്റ് 10 കിലോമീറ്ററെങ്കിലും കിട്ടിയാൽ പിന്നെയും പോട്ടേന്ന് വയ്ക്കാം. പക്ഷെ നമുക്കൊരു 4-5 കിലോമീറ്ററൊക്കെ മോസ്റ്റ്ലി കിട്ടാറ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഓടിക്കാൻ കിട്ടണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ടൈം വളരെയധികം കൂടിപ്പോയിട്ടുണ്ട്. ഐ നോ. ഇവൻ്റെ സിബ്ലിംഗ് ആയിട്ടുള്ള ഗർല വരെ വന്നു കഴിഞ്ഞു. അപ്പോൾ അത് ചെയ്യുന്നതിന് മുന്നേ ഇവനെ തീർച്ചയായിട്ടും വേണമെന്നുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ളവരൊക്കെ കയ്യിലാണ് ഈ വണ്ടിയുള്ളത്. അവരാണെങ്കിൽ
ഇവിടെ ഇല്ല, അവർ വേറെ സ്ഥലത്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെയുള്ള ആൾക്കാരാണെങ്കിൽ അത്യാവശ്യം ബിസിയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നീണ്ടു പോയതാണ്. അങ്ങനെയാണ് ഫൈനലി നമുക്ക് ഈ വണ്ടി കിട്ടിയത്. ആൻഡ് പവറിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൈ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും പേടിപ്പിക്കുന്ന തരത്തിലുള്ള പവറിലേക്ക് പോകും, നല്ല രീതിക്ക് തന്നെ പേടിപ്പിക്കുന്ന തരത്തിലേക്ക് പോകും. പ്രത്യേകിച്ചൊരു ബിഗിനർ ഓറിയൻറ്റഡ് ഒരാൾ കയറുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് നോക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി അതെല്ലാം നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്ഷമയോടെ ഓടിക്കാൻ ഉള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് വണ്ടിയായിട്ട് ഒന്ന് ഇണങ്ങാനുള്ള ഒരു ടൈം നമ്മൾ തന്നെ കൊടുക്കും, നമ്മൾ അതിനനുസരിച്ച് കൈ കൊടുത്ത് ഓടിക്കുള്ളൂ. അങ്ങനെ കുറച്ച് ഗുണങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നി ഈ വണ്ടിയുടെ മുകളിൽ. പ്രത്യേകിച്ചും ഇതിൻ്റെ വെയിറ്റ് ഒട്ടും തന്നെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വെയിറ്റ് അല്ല ഈ വണ്ടിയുടെ എന്ന് പറയുന്നത്. 190 എബവ് എന്ന് പറയുന്നത്, 190 തൊട്ട് 180 എബവ് എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം വെയിറ്റാണ്. അതൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വെയിറ്റ് അല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ 190, 196 ആ റേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഹെവിയാണ്, അത് പറയാതൊരു തരമില്ല. ആംബുലൻസ് സീറ്റിംഗ് പോസ്റ്റർ നോക്കുകയാണെങ്കിൽ അപ്രൈറ്റായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് യാതൊരു തരത്തിലുള്ള ഡിസ്കംഫർട്ടും ഇല്ല. ഒരു അഡ്വഞ്ചർ ബൈക്കിൽ ബേസിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് പോസ്റ്റർ തന്നെ കിട്ടുക. നമുക്കൊരു എന്താ പറയുക, നല്ലൊരു റോയൽ ഫീല് നമുക്ക് കിട്ടും. നമ്മളിങ്ങനെ നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത്. എനിക്ക് ഒരു ഹിമാലയനിലും അതേപോലെ നമ്മളുടെ KTM അഡ്വഞ്ചർ 390, അഡ്വഞ്ചർ 250 ഒക്കെ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കമാൻഡിങ് പോസ്റ്റാണ് നമുക്ക് ആ ഒരു വണ്ടിയിൽ ഇരിക്കുമ്പോൾ കിട്ടുന്നത്. അത് തീർച്ചയായിട്ടും ഇതിനകത്തുണ്ട്. ഹിമാലയയിൽ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടിയും ഉള്ളിലായിട്ടാണ് നമ്മളിരിക്കുന്നത്. ഇത് വണ്ടിയുടെ കുറച്ച് മുകളിലായിട്ടിരിക്കുന്ന ഒരു പോസ്റ്ററാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ബട്ട് സ്റ്റിൽ നമ്മൾ അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്. അപ്രൈറ്റ് പോസ്റ്ററാണ് കിട്ടുന്നത്. കൈയൊക്കെ അത്യാവശ്യം നമ്മൾ വൈഡ് ആൻഡ് ഹയർ ആയിട്ടാണ് നമ്മുടെ കൈയൊക്കെ വയ്ക്കുന്നത്. പിന്നെ വൈബ്രേഷൻ എടുത്തു പറയുകയാണെങ്കിൽ ഈ ഒരു റോയൽ എൻഫീൽഡ് വണ്ടികൾ എടുക്കുമ്പോൾ വൈബ്രേഷൻ വളരെയധികം എടുത്ത് ചോദിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ വൈബ്രേഷൻ ചോദിക്കുകയാണെങ്കിൽ വൈബ്രേഷൻ ഉണ്ട്, തീർച്ചയായിട്ടും വൈബ്രേഷൻ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യം വൈബ്രേഷൻ കിട്ടും. എന്നാൽ ചില പവർ ബാൻഡുകളിൽ ഈ പറഞ്ഞ വൈബ്രേഷൻ തീരെ ഇല്ലാത്ത പവർ ബാൻഡ്, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 70-75 km/h സ്പീഡ് ഒക്കെ ആണെങ്കിൽ എനിക്ക് വൈബ്രേഷൻ ഒട്ടും ഉണ്ടായിരുന്നില്ല. എടുക്കൂ, അതിൻ്റെ ഇടയിൽ ഫോൺ നോക്കാൻ പോകണം. അപ്പോൾ വൈബ്രേഷൻ എനിക്ക് പറഞ്ഞ 70-75 ബാൻഡ് വിഡ്ത്തിൽ തീരെ വൈബ്രേഷൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു 100 ക്ലോക്ക് ചെയ്യുമ്പോൾ വൈബ്രേഷൻ അത്യാവശ്യമുണ്ട്. 120 ക്ലോക്ക് ചെയ്യാൻ നേരത്ത് വൈബ്രേഷൻ പിന്നെയും കുറയുന്നുണ്ട്. സോ പല ബാൻഡ് വിഡ്ത്തിലായിട്ട് പല റേഞ്ച് ഓഫ് വൈബ്രേഷൻസ് ആണ്. സോ നിങ്ങൾ 0 വൈബ്രേഷൻ വേണം എന്ന രീതിക്കൊരു കാഴ്ചപ്പാടിലൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കിയിട്ട് യാതൊരു കാര്യമില്ല, വൈബ്രേഷൻ ഉണ്ട് ഈ വണ്ടിയിൽ. എന്നെ സംബന്ധിച്ച് എനിക്ക് വൈബ്രേഷൻ അങ്ങനെ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു രീതിയിൽ കാണുന്ന വ്യക്തിയല്ല. എനിക്ക് വൈബ്രേഷൻ ഉള്ളത് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ അതുകൊണ്ട് തന്നെ 0 വൈബ്രേഷനുള്ള വണ്ടിയിലും കംഫർട്ടബിളാണ്, വൈബ്രേഷനുള്ള വണ്ടിയിലും കംഫർട്ടബിളാണ്. ഭയങ്കര എക്സ്ട്രീം വൈബ്രേഷൻ ആണെങ്കിൽ മാത്രമേ ഞാൻ അത്യാവശ്യം അനോയിഡ് ആവുള്ളൂ. അതർവൈസ് ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. ഈ സിഗ്നൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് ഒരു രസമില്ലാത്ത ഏർപ്പാട്. എനിവേ ഇവിടെ നിന്ന് കടന്നു കഴിഞ്ഞാൽ വി ആർ ഫൈൻ. മല്ലക്കാട്ടു യെസ്. അതേപോലെ വണ്ടിയുടെ ഹീറ്റിങ്ങിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഹീറ്റിംഗ് ഉണ്ട്. ഒരു ഹെവി ഡിസ്റ്റർബിങ് ഹീറ്റിംഗ് അല്ല, മൈൽഡായിട്ടുള്ള ഹീറ്റിംഗ് ആണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ട്രാഫിക്കിൽ നിർത്തിയിട്ട നേരത്ത് പോലും എനിക്ക് അങ്ങനെ ഒരു അനോയിങ് ആയിട്ടുള്ള ഹീറ്റിംഗ് എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാൻ ജീൻസാണ് ഇട്ടാണ്, അപ്പോൾ അതിൻ്റെ ഉണ്ടാവാം. ജീൻസും ബൂട്ടുമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഉണ്ടാവാം. ബട്ട് സ്റ്റിൽ ഒരു ചെറിയ ലൈറ്റ് വാം എനിക്ക് കാലിന് തോന്നുന്നുണ്ട്. അതേപോലെ വണ്ടി നിർത്തിയിടുമ്പോഴും ആ ഒരു ചെറിയ വാമുണ്ട്, ഒരു ചെറിയൊരു ഹീറ്റിംഗ് റേഞ്ചിലേക്ക് വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്കൊട്ടും തന്നെ അനോയിങ് ആയിട്ടുള്ളതല്ല. അതേപോലെ വണ്ടിയുടെ ഗിയറിങ്ങിൻ്റെ ഒക്കെ നോക്കുമ്പോൾ ഇതൊരു മിഡ് സ്ട്രോക്ക് എഞ്ചിനാണ്.
മിഡ് സ്ട്രോക്ക് എന്ന് പറയാൻ കാരണം അതിൻ്റെ ബോറിൻ്റെയൊക്കെ സൈസിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ടിപ്പിക്കൽ റോയൽ എൻഫീൽഡ് എൻജിനല്ല ഇതിൻ്റെ എന്ന് പറയുന്നത്. ഞാൻ ടിപ്പിക്കൽ എന്ന് പറയാൻ കാരണം റോയൽ എൻഫീൽഡിൻ്റെ പൊതുവേ എല്ലാ വണ്ടികളുടെ എൻജിനും ലോങ് സ്ട്രോക്ക് ഫ്രണ്ട്ലിയുള്ള എൻജിനാണ്. സോ ഇതിൻ്റെ ലോങ് സ്ട്രോക്ക് എൻജിനല്ല, എന്നാൽ ഷോർട്ട് സ്ട്രോക്കും അല്ല. ഈ രണ്ടിനും ഇടയിൽ വിലസാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എൻജിനാണ് ഇതിൻ്റെ എൻജിൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മിഡ് സ്ട്രോക്ക് എന്ന് ഞാൻ പറഞ്ഞത്. എന്നാൽ മോർ ടു ഷോർട്ട് സ്ട്രോക്ക് എൻജിൻ ബിഹേവിയർ ഈ വണ്ടിക്ക് ഉണ്ട്. കൂടുതൽ നമ്മൾ ഏത് ഇതാണെന്ന് നോക്കുമ്പോൾ ഓൺ ദ ഹയർ സൈഡ് നമുക്ക് ഷോർട്ട് സ്ട്രോക്ക് എൻജിൻ്റെ ഒരു ബിഹേവിയറാണ് കൂടുതൽ എടുത്ത് തോന്നുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനൊരു 38 ആ റേഞ്ചിൽ വണ്ടി ഓടിക്കുന്നു, അല്ലെങ്കിൽ ഒരു 35, 30, 32 ഓടിക്കുമ്പോൾ ഞാൻ ഫോർത്ത് ഗിയറിലാണ് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ നോക്കിങ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നേരെ കുറിച്ച് നമ്മളൊരു ടിപ്പിക്കൽ റോയൽ എൻഫീൽഡ് വണ്ടി, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്രീവിയസ് ഹിമാലയൻ അല്ലെങ്കിൽ ഒരു ക്ലാസിക്കിലൊക്കെ പോകുമ്പോൾ എനിക്ക് പറഞ്ഞ 30 എന്ന സ്പീഡിൽ പോകുമ്പോൾ ഫോർത്ത് ഗിയറിൽ എനിക്ക് പോകാൻ പറ്റും. 30, 35 എനിക്ക് ഫോർത്ത് ഗിയറിൽ പോകാൻ പറ്റും. നമുക്ക് അത്രയ്ക്കൊന്നും ഒരു ഹയർ ഗിയറിൽ ഇതിൽ പോകാൻ പറ്റില്ല. ആ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മളുടെ നാട്ടിൽ പൊതുവേ ഉള്ളൊരു കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ നാട്ടിലുള്ളതാണോ അതോ പൊതുവേ എല്ലായിടത്തുള്ള ചിലരിലുള്ളൊരു തെറ്റായൊരു ചിന്തയാണോ എന്നെനിക്കറിയില്ല. അതായത് ഹയർ ഗിയറിൽ നമ്മൾ ഏത് സ്പീഡിൽ പോയാലും മൈലേജ് കിട്ടും എന്നൊരു കാഴ്ചപ്പാടുണ്ട്. ഒരിക്കലും ആ ഒരു കാഴ്ചപ്പാട് വെച്ച് നടക്കരുത്. അതൊരു ഭയങ്കര തെറ്റായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. എൻജിൻ വളരെയധികം സ്ട്രെസ്ഡ് ആവുന്നുണ്ട്, അതല്ല എൻജിൻ നോക്കിങ് കാര്യങ്ങളൊക്കെ ഒരു ബിഹേവിയർ കാണിക്കുന്നുണ്ട് എങ്കിൽ ഗിയർ ഡൗൺ ചെയ്യാൻ വേണം. ഞാൻ പറയുന്നത് നോക്കിങ്ങിൻ്റെ പാർട്ട് വരുമ്പോൾ ഗിയർ ഡൗൺ ചെയ്യണം. സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് ഐദർ സ്പീഡ് കുറയ്ക്കണം, അതല്ലെങ്കിൽ ഗിയർ അപ്പ് ഷിഫ്റ്റ് ചെയ്യണം. കാരണം അങ്ങനെയുള്ള ടൈമിൽ ഒരു ഫ്യൂവൽ ബേണിങ് കാര്യങ്ങളൊക്കെ കൂടുന്നൊരു സെനേറിയോ അവിടെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ വണ്ടിയുടെ എക്കണോമി കൂടുന്നുണ്ട്. ഓക്കെ, എക്കണോമി കൂടുന്നുണ്ട് അല്ല കുറയുന്നുണ്ട്. ഉള്ള മൈലേജ് കൂടി പോയി കിട്ടും. അതാണ് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉള്ളതുകൊണ്ട് തന്നെ അത് മാറ്റുന്നതാണ് വളരെയധികം നല്ലത്. വെറുതെ ഉള്ള വണ്ടിയുടെ നല്ല മൈലേജ് കൂടി കളയാതിരിക്കുന്നതാണ് നല്ലത്. ഈ റീസെൻ്റ് കാലത്ത് എനിക്ക് പരിചയമുള്ളൊരു പയ്യനും അതേപോലെ തന്നെ ഒരു ചിന്ത വെച്ചിട്ടുണ്ടായിരുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വിഷയം എടുത്തിടാനും കാരണം. സോ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കാഴ്ചപ്പാടുകൾ ഉണ്ട് എങ്കിൽ കഴിയുന്നതും അതെടുത്ത് മാറ്റുക. എൻജിൻ സ്ട്രെസ്ഡ് ആവാതിരിക്കാൻ മാക്സിമം നോക്കുക. നോക്കിങ് വരുന്ന രീതിയിലാക്കാതിരിക്കാനും നോക്കുക. അപ്പോൾ നമുക്ക് മോശമില്ലാത്തൊരു ആവറേജ് എക്കണോമിയൊക്കെ കിട്ടും. ഈ വണ്ടിയുടെ എക്കണോമി പറയുകയാണെങ്കിൽ ഏകദേശം 28 നമ്മുടെ മീറ്റർ കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 26, 27 റിയൽ വേൾഡ് നമുക്ക് കിട്ടാൻ സാധ്യത. ഞാനിപ്പോൾ ഈ അടുത്ത് കണ്ടിട്ടുള്ള ഹിമാലയൻസിലുള്ള മീറ്ററിൻ്റെ ഒരു കണക്ക് വെച്ചാണ് ഞാൻ പറഞ്ഞത്. അതായത് മീറ്റർ കാണിക്കുന്നതിന്നൊരു 1 കിലോമീറ്ററോ 2 കിലോമീറ്ററോ കുറച്ച് കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ടുള്ള ഫ്യൂവൽ എക്കണോമിയാണ് നമുക്ക് കിട്ടാറ്. അതെല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല. ഏതെങ്കിലും ഒരു ഹിമാലയൻ ഫാൻ ഉണ്ടെന്നാണെങ്കിൽ അവരൊന്ന് നോക്കി കണ്ടിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. അങ്ങനെ ഒരു സംഭവം ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിക്ക് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഏകദേശം 26, 27 ആയിരിക്കാണ് സാധ്യത. ഞാൻ ഓണറിൻ്റെ അടുത്ത് ആ കാര്യം ചോദിക്കാൻ വിട്ടുപോയി. അതേപോലെ ഇതിൻ്റെ സർവീസ് ഇൻ്റർവെല്ലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഒരു 500-ലാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ 5000-ൽ, പിന്നീടുള്ള എല്ലാം തന്നെ 10,000 വെച്ചാണ് ഇതിൻ്റെ സർവീസ് ഇൻ്റർവെൽസ് വരുന്നത്. ആൻഡ് ഫസ്റ്റ് സർവീസിൽ ഇതിൻ്റെ സർവീസ് കോസ്റ്റ് ഏകദേശം 1500 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ സർവീസ് കോസ്റ്റ് വന്നത്. വിച്ച് ഇസ് നോട്ട് ബാഡ്. ഈ ഒരു വണ്ടിയുടെ കപ്പാസിറ്റിയും പ്രൈസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പ്രൈസാണ് എനിക്ക് തോന്നിയത്. ഞാനിപ്പോൾ ഈ പോകുന്ന സ്പീഡിൽ ഈ പോകുന്ന ഗിയർ റേഷ്യോ എന്നൊക്കെ പറയുന്നത് എനിക്ക് വളരെയധികം കംഫർട്ടബിളായിട്ടാണ് തോന്നുന്നത്. ഒരു തരത്തിലും വണ്ടി സ്ട്രെസ്ഡ് ആവുന്നൊരു ഫീൽ എപ്പോഴത്തേയും വരുന്നില്ല. അത്രയും സൂപ്പറായിട്ടാണ് തോന്നുന്നത്. അതിനോ ഞാൻ കുറച്ച് നേരം ഈ വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെയാണ് തുടക്കം തൊട്ട് സംസാരിച്ചത്. സോ വണ്ടി നിർത്തിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമുക്ക് നേരെ പോവാം. അപ്പോൾ ഈ വണ്ടി അത്യാവശ്യം ചെളിയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഭാഗം കണ്ടാൽ തന്നെ നിനക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ബിക്കോസ് നമ്മുടെ ഈ വണ്ടിയുടെ ഓണർ എന്ന് പറയുന്ന വ്യക്തി ഒരു റൈഡ് പോയിട്ടുണ്ടായിരുന്നു നമ്മളുടെ വാൽപ്പാറ റീജിയൻ. അപ്പോൾ അവിടെ അത്യാവശ്യം റോഡ് മോശമായിരുന്നു. അതേപോലെ തന്നെ ചെളിയൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു മഴയൊക്കെ പെയ്തിട്ട്.
അപ്പം അതാണ് ഈ ചെളി ഇത്രയും വരാനുള്ളൊരു കാരണം. എനിക്കതുകൊണ്ട് തന്നെ നമ്മളുടെ ഗതാഗത വകുപ്പുകളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് വഴി വയ്ക്കുന്നത് നന്നാക്കിയിടുക. ഞാൻ പറയാൻ കാരണം, ഈ പറഞ്ഞ വാൽപ്പാറയൊക്കെ പോയപ്പോഴത്തെ ഫോട്ടോ എനിക്ക് ആ വ്യക്തി കാണിച്ചിരുന്നു. അത്യാവശ്യം കുണ്ടുവഴിയായിട്ട് ഇരുന്നത്. ഞാൻ ലാസ്റ്റ് ഇയറിൽ ഏതാണ്ട് ജൂൺ ജൂലൈ മാസം ആ ടൈമിൽ, പാട്ട് പാടിയതല്ല, ആ ഒരു ടൈമിൽ ഞാൻ പോയപ്പോൾ ഇതേ സെനേറിയോ തന്നെയായിരുന്നു അവിടുത്തെ വഴിയുടെ. കാരണം മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. എന്നാൽ തമിഴ്നാട് ബോർഡറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അടിപൊളി വഴിയും വരുന്നത്. അപ്പോൾ ഈ ഒരു പരിപാടി കഴിയുന്നത് നിർത്താൻ ശ്രമിക്കുക. കാരണം നമ്മളുടെ ടൂറിസം അടിപൊളിയാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗതാഗത രീതികളെല്ലാം തന്നെ അടിപൊളിയാവണം. അല്ലാതെ ഒന്നും നമ്മുടെ ടൂറിസം മെച്ചപ്പെടാനൊന്നും പോകുന്നില്ല. ഇപ്പോൾ ഈ പറയുന്ന വാൽപ്പാറ റൂട്ട് ഇപ്പോൾ കാലങ്ങളായിട്ട്, ഏകദേശം ഇപ്പോൾ 1 കൊല്ലത്തിന് മേലെ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ, അതേ അവസ്ഥയിൽ തന്നെയാണ് കിടക്കുന്നത്. പോയവരെല്ലാവരും എല്ലാ തവണയും ഒരേ അഭിപ്രായം തന്നെ പറയുന്നത്. ഗിയറൊക്കെ സൂപ്പറാണ് കേട്ടോ. ക്ലച്ച് കുറച്ച് ടൈറ്റാണ്. അത് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ നേരത്ത് അറിയാൻ പറ്റും. പക്ഷെ ഗിയർ ഭയങ്കര സ്മൂത്താണ്. സോ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ സോ സ്മൂത്ത്. നമ്മുടെ ഹോണ്ടയിലൊക്കെ ഈ ഒരു സൗണ്ട് ഫീല് നമുക്ക് കിട്ടും. എനിക്ക് ആ ഫീൽ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹോണ്ടയുടെ ഗിയർ ഓൾവേസ് ദ ബെസ്റ്റാണ്. എന്നാൽ ഏതാണ്ട് അതിൻ്റെ അടുക്ക പിടിച്ചൊക്കെ എനിക്ക് കിട്ടാറുണ്ട് റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികൾ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അതിലും ഭയങ്കര സോഫ്റ്റാണ്. എന്താ പറയുക, പഴം പോലെ പോകുന്നു എന്ന് പറയുന്നത്, പുട്ട് പോലെ പോകുന്നു നമ്മുടെ സ്റ്റെല്ലിൻ്റെ ഭാഷ പറഞ്ഞാൽ. അതുകൊണ്ട് ആ അവസ്ഥയാണ് ഇതിൻ്റെ എന്ന് പറയണത്. വിച്ച് ഈസ് വെരി സോഫ്റ്റ്. നമ്മൾ ഇടയ്ക്കൊന്നും ഗിയർ വീണോ എന്നുള്ള ഡൗട്ട് വരാൻ വരുത്തും. അത്ര ഓവർ സ്മൂത്തായിപ്പോയി എന്നൊരു ഫീല്. പക്ഷേ ഈ പറഞ്ഞ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നല്ല രസമാണ്. ഇട്ടിട്ട് കളിക്കാൻ നല്ല സുഖമാണ് അതിനകത്ത്. ഞാനിപ്പോൾ ഉള്ളത് അപ്പിയറൻസ്, ബാക്ക്ഗ്രൗണ്ട്, ഫോട്ടോ. ഓക്കെ, നമുക്കൊക്കെ മോഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടി സ്ലോ ചെയ്ത് നിർത്തിയിട്ടോ അതല്ലെങ്കിൽ ന്യൂട്രലാക്കിയിട്ടോ പറ്റുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഈ വണ്ടിയുടെ മോഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെന്ന് വെച്ചോ, ഞാനുള്ളത് പെർഫോമൻസ് മോഡിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഓടിച്ചുകൊണ്ട് എനിക്ക് വണ്ടി നിർത്തിയാലും സ്ലോ ചെയ്ത് നിർത്തിയാലും എനിക്ക് പെർഫോമൻസ് മോഡിൽ നിന്ന് എക്കണോമിയിലേക്ക് മാറ്റാൻ പറ്റില്ല. അങ്ങനെ ഞാൻ മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഗിയർ ബോക്സ് ഇപ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് ഗിയറിലൊക്കെ ആയിരിക്കും കിടക്കണ്ടാവുക. അപ്പോൾ അത് ഞാൻ ന്യൂട്രലാക്കിയാൽ മാത്രമേ എനിക്ക് പെർഫോമൻസിൽ നിന്ന് എക്കണോമിയിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അത് ഞാൻ ഇന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് ആ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അതേഴ്സ് നമുക്ക് പെർഫോമൻസിൽ തന്നെ പെർഫോമൻസ് ABS ഓൺ അല്ലെങ്കിൽ ABS ഓഫിലേക്ക് മാറ്റാൻ പറ്റും. അല്ലാത്ത പക്ഷം നമുക്ക് പെർഫോമൻസിൽ നിന്ന് എക്കണോമിയിലേക്ക് നമുക്ക് ഗിയർ കിടക്കുമ്പോൾ പറ്റില്ല, ന്യൂട്രലാക്കണം, എന്നാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അതേപോലെ നമുക്കിപ്പോൾ ഡിസ്പ്ലേയുടെ മോഡ്സൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. വണ്ടി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പറ്റില്ല, ലോക്കാവും. നമുക്ക് നേരെ കുറച്ച് വണ്ടി സ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അത് പറ്റും, അത് നിർത്തിക്കഴിഞ്ഞാൽ അത് പറ്റും. അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇതിനകത്ത് വെച്ചാൽ നല്ലൊരു കാര്യമാണ്. നമ്മൾ വണ്ടി ഓടിക്കുന്നതിനിടയിൽ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ച് ശ്രദ്ധ തെറ്റുന്നൊരു സെനേറിയോ ഒഴിവാക്കാൻ പറ്റും. റോക്കി ബായി ആണല്ലോ, വണ്ടി വന്നിട്ട് പോലും മാറിയില്ല. നമുക്കപ്പോൾ ഇവിടെ ഒരു സ്പോട്ട് ഉണ്ട്, അവിടെ കൊണ്ടുപോയി വണ്ടി നിർത്തി ഇറങ്ങി കാണിക്കാം. നിങ്ങൾക്കൊരു നല്ലൊരു ലുക്സ് കിട്ടും. ഈ വണ്ടി ഒരു കില്ലാടി തന്നെ ഏതായാലും. ഐ റിയലി ലൈക്ക് ഇറ്റ്. ജൂൺ ജൂലൈ മാസത്തിൽ എന്താ സുഖം.
നമുക്കിവിടെ എവിടെയെങ്കിലൊക്കെ ഒതുക്കി ചെയ്യേണ്ട ആവശ്യമുള്ളൂ ശരിക്കും പറഞ്ഞാൽ. എന്നാലും ഒന്ന് സ്വസ്ഥമായിട്ട് ചെയ്യാലോ എന്ന് തോന്നിയിട്ടാണ്. ഗിയർ ബോക്സ് രക്ഷയില്ല കേട്ടോ. ആഹാ കുളമാണല്ലോ. നമുക്കിവിടെ നിർത്താം, അതാണ് നല്ലത്. അവരവിടെ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട. സോയാ ഇതാണ് വണ്ടിയുടെ അവസ്ഥ. കണ്ടില്ലേ, മൊത്തം ചെളിയായിട്ട്, ഇവിടെ ഫുൾ ചെളിയായിട്ടിരിക്കുകയാണ്. ഈ കവറിൽ ശരിക്കും ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് ആ ഒരു അപ്സൈഡിൻ്റെ അവിടേക്ക് ചെളി തെറിക്കുന്നതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ചിലവരത് ഊരി മാറ്റുന്നത് കണ്ടിട്ടുണ്ട്. കഴിയുമെങ്കിൽ ഊരി മാറ്റാതിരിക്കുക. ഞാൻ അതല്ല, നിങ്ങൾ ലുക്സ് അധികം നോക്കുന്നവരാണ്, അങ്ങനെ ഇരിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കീപ്പ് ഇറ്റ്, റിമൂവ് ഇറ്റ്. അതല്ലെങ്കിൽ ട്രൈ ടു കീപ്പ് ഇറ്റ്. നമുക്ക് ആ ഒരു ചെളിയാവുന്നതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ചെളി അടിച്ചൊക്കെ നോക്കി. ആക്ച്വലി ഞാൻ ഒരു ക്ലീൻ കുട്ടപ്പനായിരുന്നു ആദ്യം ഉദ്ദേശിച്ചത്. പിന്നെ ചെളിയുണ്ട് എന്ന് ഫ്രണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ തന്നാൽ മതി. കാരണം ഒരു അഡ്വഞ്ചർ ബൈക്ക് ആകുമ്പോൾ ചെളിയുള്ളതാണ് എപ്പോഴും നല്ലത്. നമുക്ക് അങ്ങനെ ആകുമ്പോൾ ഒരു സുഖമുള്ള. അപ്പോൾ മീറ്ററൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ആണ് മീറ്റർ. നമുക്ക് അതിനകത്ത് കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇവിടെ ടോഗിൾ സ്വിച്ച് ഉണ്ട്. ടോഗിൾ സ്വിച്ച് വെച്ച് മുകളിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ അത് പൊങ്ങി വരും. അപ്പിയറൻസ്, ഗോൾഡൻ ലൈൻ, ബാക്ക്ഗ്രൗണ്ട്, ബ്രൈറ്റ്നെസ്, സ്ക്രീൻ ടൈപ്പ്. അപ്പോൾ അത് നമ്മുടെ ഫോൺ കണക്ട് ചെയ്തിട്ട് പരിപാടികൾ, ബ്രൈറ്റ്നെസ്, ബാക്ക്ഗ്രൗണ്ട്, ഗോൾഡൻ ലൈൻ, ഈ ഒരു സംഭവം. നമ്മുടെ ഹോം ബട്ടണാണ് ഇവിടെ തന്നെ. അതുമ്പോൾ ക്ലിക്ക് ചെയ്ത് ഒന്നുകൂടി മുകളിലേക്ക് ഗോൾഡൻ ലൈൻ, ഓരോ സംഭവം, ഔട്ട്സൈഡ് ടെമ്പിള്, ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് വരുന്നത്. അത്യാവശ്യം ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ. അധികവും ഇതിൻ്റെ അപ്പിയറൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യലും കാര്യങ്ങളൊക്കെയാണ്. മാപ്പ് കണക്റ്റിങ് കാര്യങ്ങളും വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് ഫോൺ ഓണാക്കി വെക്കണം എന്നുള്ളൊരു പോരായ്മ ഇപ്പോഴും ഉണ്ട്. ഇവിടെയാണ് നമുക്ക് ട്രിപ്പ്, നമ്മുടെ ട്രിപ്പ് 1 ഇത് കാണിക്കുന്നത്. ട്രിപ്പ് 2 ഇവിടെ ഫ്യൂവൽ റേഞ്ച് എത്രയെന്നുള്ളത് 181. ഇത് നമ്മുടെ വണ്ടിയുടെ ടെമ്പറേച്ചർ 29. ഞാൻ നേരത്തെ ഓടിക്കുമ്പോൾ 28 ഇപ്പോഴാണ് എനിക്ക് 29 കിട്ടിയത്. ഇതൊക്കെയാണ് വണ്ടിയുടെ ഒരു അവസ്ഥകൾ. ഹോം ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ആ സംഭവമൊക്കെ ബാക്ക് ടു നോർമൽ ഇതിനകത്തേക്ക് വരും. സൈഡേക്ക് കഴിഞ്ഞാൽ അത് പോവും. ഇതാണ് സംഭവം. ഞാൻ സ്ഥിരമായി ഫോട്ടോ എടുക്കാറുള്ളൊരു സ്പോട്ടാണ്. അപ്പോൾ നമ്മുടെ മാപ്പിൻ്റെ സെറ്റപ്പ് സ്റ്റിൽ ദ സെയിം സിറ്റുവേഷൻ. നമ്മുടെ ഫോൺ ഓണാക്കി വെക്കേണ്ട ഒരു സെനേറിയോ ഉണ്ട്, വിച്ച് ഈസ് റിയലി വിയേർഡ്. പക്ഷേ നമ്മളുടെ ഒരു പരിചയക്കാരൻ ത്രൂ, ഒരു സർവീസിങ്ങിലുള്ള ഒരു ആൾ ത്രൂ അറിഞ്ഞത്, അത് ഓഫ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് വരുത്താൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയിലാണ് റോയൽ എൻഫീൽഡ് എന്നൊരു വാർത്ത കേട്ടു. അത് എപ്പോഴത്തേക്ക് എന്നത്തേക്ക് എന്നത് അറിയില്ല. അവരതിന് വേണ്ടിയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സെനേറിയോ, ഒരു ശ്രമത്തിലാണെന്നാണ് അറിഞ്ഞത്. വിച്ച് ഈസ് എ ഗ്രേറ്റ് തിങ്. അത് നടക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. കാരണം നമുക്ക് ഫോൺ ഓൺ ചെയ്ത് വച്ചിട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. വണ്ടിയിൽ നിന്നോടിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്നത് നമുക്ക് ഇപ്പം തന്നെ നോക്കാം. ഞാൻ നേരെയാണ് നിൽക്കുന്നത്. ഞാൻ നടുവളച്ചിട്ടില്ല. നടുവളച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. സോ ഗുഡ്. എങ്ങനെയൊക്കെ കംഫർട്ടബിളായിട്ട് പോവാം അതെല്ലാ രീതിയിലും നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ വലിപ്പിച്ചെടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടാവുന്നു എനിക്ക് തോന്നുന്നു. കാരണം ഏത്
വീഡിയോ എടുക്കുമ്പോഴും വണ്ടിയുടെ ലോഞ്ചിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് എക്കണോമിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അത് എക്കണോമി തന്നെ നോക്കാം. ഇതാണ് വണ്ടിയുടെ ഒരു പ്രകൃതം. ഫസ്റ്റത്തെ 2 ഗിയറിൽ ഇവൻ അത്രയ്ക്കും അഗ്രസീവ് അല്ല, കുറച്ച് പാവത്താൻ ടൈപ്പ് ഒരു ബിഹേവിയറാണ് ഇതിനുള്ളത്. ഫസ്റ്റ് 2 ഗിയർ ആ രീതിക്കൊരു അച്ചടക്കമുള്ള കുട്ടിയാണ് ഈ ഒരു ഹിമാലയൻ. നേരെ മറിച്ച് നമ്മൾ 3rd ഗിയറിലേക്ക് ആയി തുടങ്ങിയ കാര്യങ്ങൾ മാറും. പ്രത്യേകിച്ചും ഗിയർ എന്നതിലുപരി നമ്മൾ RPM ആണ് പ്രധാനമായിട്ടും പറയേണ്ടി വരിക. ആ ഒരു RPM ചേഞ്ച് ആയി കഴിഞ്ഞാൽ, അതായത് ഒരു 3000-4000 RPM കഴിഞ്ഞാൽ വണ്ടിയുടെ സ്വഭാവം വേറെയാണ്. ഞാൻ 4000 RPM കൈ കൊടുത്തപ്പോഴത്തേനാണ് ആ കയറിപ്പോയത്. നേരെ ഒഴിച്ച് ഞാൻ ഇതിനകത്ത് പോകുമ്പോൾ അത്രയ്ക്കുമില്ല, പക്ഷെ 4000 കയറി കഴിഞ്ഞാൽ കാര്യങ്ങൾ മാറും. വണ്ടി അത്യാവശ്യം അഗ്രസീവ് ആവും. ആ ഒരു റേഞ്ച് എത്തുമ്പോഴാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ബിഗിനർ ഫ്രണ്ട്ലി അല്ല എന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത്. അന്നേരം കാര്യങ്ങളൊക്കെ വേറെ തലത്തിലേക്ക് മാറും. നമ്മളിപ്പോൾ തിരിച്ച് ഹൈവേക്ക് തന്നെ എത്തിയിരിക്കുന്നു. സോ ട്രാഫിക്കിലൊക്കെ ഓടിക്കാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് കുഴപ്പമില്ലാത്ത രീതിക്കാണ് തോന്നിയത്. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല. വണ്ടിക്ക് നല്ല വലിപ്പമുണ്ട്, വലിപ്പമില്ലാന്നൊന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇപ്പോൾ സീറ്റ് ഇരിക്കുന്നത് ഏറ്റവും ലോവസ്റ്റ് ഇതിലാണ്, അതായത് 825 mm ഇപ്പോൾ സീറ്റിൻ്റെ ഇത് കിടക്കുന്നത്. എനിക്ക് അത്യാവശ്യം കംഫർട്ടബിളായിട്ട് തന്നെയാണ് തോന്നിയത്. എനിക്ക് അത്രയ്ക്കും വലിയ കാലെത്താത്ത ഇഷ്യൂ ഒന്നുമില്ല. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 5.8 5.9 ഉണ്ട്, അത് ശ്രദ്ധിക്കണം. ഒരു 5.5കാർക്കും കുഴപ്പമില്ലാതെ കാല് കുത്തി നിൽക്കാനുള്ളൊരു രീതിയിലെങ്കിലും പറ്റും എങ്ങനെ ആയാലും. ബട്ട് സ്റ്റിൽ അപ്പോഴും ഒരു പ്രശ്നം നിലകൊള്ളുന്നത് വണ്ടിയുടെ വെയിറ്റാണ്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ വണ്ടിക്ക്. വണ്ടിയുടെ വെയിറ്റും അതേപോലെ തന്നെ വണ്ടിയുടെ ഹൈറ്റും അത് മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം, അല്ലാത്ത പക്ഷം നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാവും. അതർവൈസ് നമുക്ക് ഫ്ലിക്ക് ചെയ്യാനൊക്കെ നല്ല സുഖമുണ്ടോ, ഫ്ലിക്ക് ചെയ്തൊക്കെ കൊണ്ടുപോകാൻ പറ്റും. ആകെ ശ്രദ്ധിക്കേണ്ടത് വണ്ടിയുടെ വീൽ ബേസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു വീൽ ബേസ് മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. നമ്മൾ ഈ പറഞ്ഞ ഫ്ലിക്ക് ചെയ്ത് കൊണ്ടുപോകുമ്പോഴൊക്കെ ട്രാഫിക്കിലൂടെ ഫിൽട്ടർ ചെയ്ത പോലെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഭയങ്കര എളുപ്പമുള്ള പരിപാടിയല്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് റിയലി ഗുഡ്. ഇവിടെ നമുക്കൊരു ചെറിയൊരു ഓഫ് റോഡ് കിട്ടും. ഓഫ് റോഡ് മീൻസ് വഴി പൊട്ടി കിടക്കണം, അതുകൊണ്ടാണ്. നമുക്ക് ഈ ഒരു ഓഫ് റോഡ് പിടിച്ചു പോവാം. I really like it. ഞാനിപ്പോൾ എന്തിനാണ് ഡൗൺ ഷിഫ്റ്റ് ചെയ്തത്? മഴ സീസൺ കഴിഞ്ഞു എന്ന് പറഞ്ഞൂടാ, അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇപ്പോൾ. ഇപ്പോൾ ഈ ഒരു റവ്യൂ എന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല വൈബ്രേഷൻ ഉണ്ട് കേട്ടോ. അതായത് അപ്പോൾ അവർ കയറുമ്പോൾ ആ ക്ലൈംബ് ചെയ്യുന്ന ടൈമിലൊക്കെ വൈബ്രേഷൻ ഇങ്ങനെ നിൽക്കും. വിച്ച് ഈസ് റിയലി ഫണ്ണ്. നിങ്ങൾ ഫണ്ണെന്നുള്ള രീതി കാണുകയാണെങ്കിൽ ഫണ്ണാണ്, അല്ലെങ്കിൽ അനോയിങ് ആവും. എന്നെ സംബന്ധിച്ചത് ഫണ്ണാണ്. കാരണം എല്ലാ വണ്ടികൾക്കും പല പല ബിഹേവിയറാണ്. ആൻഡ് ഐ റിയലി എൻജോയ് ഓൾ ദോസ് ബിഹേവിയേഴ്സ്. നോട്ട് എൻറ്റയർ ബിഹേവിയർ, പക്ഷെ എന്നാൽ പോലെ ഏകദേശമൊക്കെ നമ്മൾ എൻജോയ് ചെയ്യും. അപ്പോൾ ആരൊക്കെ ഈ വണ്ടിയിലേക്ക് നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡിഫറൻറ്റ് സെനേറിയോ ഞാൻ പറയേണ്ടി വരും. അതായത് നിങ്ങൾക്ക് അത്യാവശ്യം ഹൈറ്റും വെയിറ്റുള്ളൊരു വണ്ടി മാനേജ് ചെയ്യാനായിട്ട് ഒരു കുഴപ്പവുമില്ല. യു ആർ കംഫർട്ടബിൾ വിത്ത് ദാറ്റ്. കാശ് ഇറക്കാൻ കംഫർട്ടബിൾ ആണ് എങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. ഞാൻ കാശ് ഇറക്കാൻ കംഫർട്ടബിൾ ആണോ എന്ന് ഞാൻ പറയാൻ കാരണം ഈ വണ്ടിയുടെ ഹാങ്കിൾ ബ്ലാക്കിൻ്റെ
ഓൺ റോഡ് പ്രൈസ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ത്രൂ അറിഞ്ഞത് 370 റേഞ്ചാണ് ഞാൻ അറിഞ്ഞത്. ആൻഡ് ഈ വണ്ടിയുടെ കളർ ബേസിസിലാണ് വേരിയൻസ് ഉള്ളത്. അപ്പോൾ ഏകദേശം 5 മോഡലുകളുണ്ട്. നമുക്കൊരു കാസ ബ്രൗൺ വരുന്നുണ്ട്, അതാണ് സ്റ്റാർട്ടിങ് മോഡൽ. അതിന് ശേഷം നമുക്ക് വേറൊരു 2 കളറുകൾ വരുന്നുണ്ട്. ഇതൊരു സോൾട്ട് ലേക്ക് എന്നോ അങ്ങനെ ഇതൊക്കെ പറഞ്ഞ 2 കളർ വരുന്നുണ്ട്. ദെൻ നമുക്ക് കേമറ്റ് വൈറ്റ് വരുന്നുണ്ട്. ആൻഡ് ദെൻ നമുക്ക് ഈ ഒരു ഹാങ്കിൾ ബ്ലാക്ക് നമുക്ക് വരുന്നത്. അപ്പോൾ ഇവനാണ് ഏറ്റവും ടോപ്പ്. കാണാനും ലുക്ക് ഇവനാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടം കേമറ്റ് വൈറ്റ് ആണ്. കേമറ്റ് വൈറ്റിലൊരു ഗോൾഡൻ റിമോ വെച്ച് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നിയിട്ടുണ്ട്. ആ ഒരു എന്താ പറയുക, ഒരു കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് പറ. കേമറ്റ് വൈറ്റ് ബൈക്കിന് ഗോൾഡൻ റിംസ് എങ്ങനെയുണ്ടാവും? ജസ്റ്റ് കമൻറ്റ് ബിലോ. മനസ്സിൽ തോന്നിയൊരു ലോജിക്കാണത്. ആൻഡ് ദെൻ മറ്റൊരു സെനേറിയോ എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു സൂപ്പർ ബൈക്ക് പോലൊരു വണ്ടി, അതായത് ആ ഒരു റേഞ്ചിൽ പിടിക്കാനെങ്കിലും പറ്റുന്ന ഒരു വണ്ടി നിങ്ങൾക്ക് വേണം. എന്നാൽ അത്രയും എമൗണ്ട് കൊടുത്ത് വാങ്ങാനുള്ളൊരിതില്ല. എന്നാൽ ഇതിന് കുറച്ച് എമൗണ്ട് കൂടുതൽ ഇടാനായിട്ടുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെന്നാണെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിന് നിങ്ങൾക്ക് ഇതോ അല്ലെങ്കിൽ 390 നോക്കാം. KTM 390. അതായത് ഒരു സൂപ്പർ ബൈക്ക് അല്ലെങ്കിൽ സൂപ്പർ ബൈക്ക് റേഞ്ചിലുള്ള അഡ്വഞ്ചർ ബൈക്കുകളോട് താല്പര്യമുണ്ട്, എന്നാൽ അത്രയ്ക്ക് എമൗണ്ട് കൊടുത്ത് വാങ്ങാൻ താല്പര്യമില്ല, എന്നാൽ ആ ഒരു റേഞ്ച് ഓഫ് ടോപ്പ് സ്പീഡ് കംഫർട്ടൊക്കെ വേണം. അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഈ പറഞ്ഞ വണ്ടികൾ നോക്കാവുന്നതാണ്. ഈ വണ്ടിയുടെ ടോപ്പ് ഏകദേശം 160+ 170 ഒക്കെയാണ് ടോപ്പ് ക്ലോക്ക് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ പിന്നെ ടോപ്പിൻ്റെ കാര്യത്തിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. ഒരു 120 130 നിങ്ങൾക്ക് പോയാൽ മതി എന്നാണെങ്കിൽ ഈ വണ്ടിയൊക്കെ ധാരാളമാണ്. വളരെ നല്ല രീതിക്ക് തന്നെ കൊണ്ടു നടക്കാം. ആൻഡ് മറ്റൊരു കാര്യം പോയിൻ്റ് ഔട്ട് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഷാസിയുടെയാണ്. കാരണം നമ്മൾ ഈ അടുത്ത് ഒരുപാട് ഇഷ്യൂസ് കണ്ടിട്ടുണ്ട്, അതായത് ഷാസി ബ്രേക്ക് ആവുന്നത്. അപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു POV പറയാനുള്ളത്, ഞാൻ ഇതിൻ്റെ എക്സ്പേർട്ട് എന്നല്ല, എൻ്റെ ഒരു കണക്കൂട്ടൽ മാത്രമാണ്. എത്രത്തോളം കറക്റ്റ് ആവണം എന്ന് ഒരു ഗ്യാരണ്ടി ഞാൻ പറയില്ല. എൻ്റെ ഒരു കണക്കൂട്ടൽ ഞാൻ പറയുന്നത് മാത്രം. അതായത് ഈ വണ്ടിയുടെ ഷാസി എന്ന് പറയുന്നതിൽ 2 പോയിന്റിലായിട്ടാണ് ഇതിൻ്റെ എൻജിൻ ലോക്ക് ചെയ്യുന്നത്, അതായത് ബോൾട്ട് ചെയ്ത് വയ്ക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോർമൽ ഒരു ക്ലാസിക്കിൻ്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു എൻജിൻ ഇരിക്കുന്നത് ഷാസിയുടെ ഉള്ളിലാണ്. നേരെ മറിച്ച് ഈ ഒരു വണ്ടിയുടെ നമ്മുടെ KTM പോലുള്ള വണ്ടിയുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ട്രാലിസ് ഫ്രെയിമാണ്, അതിൻ്റെ പുറത്തായിട്ടാണ്, ആ ഒരു V ഷേപ്പിൻ്റെ ഈ പോർഷനിലായിട്ടാണ് എൻജിൻ ഹുക്ക് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു വണ്ടിയുടെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഈ എൻജിൻ ഹുക്ക് ചെയ്യുന്നതിൽ 2 എൻഡ്, അതായത് ടോപ്പ് എൻഡും ബോട്ടം എൻഡും മാത്രമാണ് ബോൾട്ട് ചെയ്യുന്നത്. അതിനകത്തൊരു മൂന്നാമതൊരു പോർഷൻ ഇല്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മോൾ ഭാഗത്തായിട്ട് ടെൻഷൻ കൂടുതൽ വരും. എൻജിൻ്റെ ആ ഒരു വെയിറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു ഷാസിയുടെ അപ്പർ സൈഡിലായിട്ട് ടെൻഷൻ കൂടുതൽ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇഫ് മൈ ഗസ് ഈസ് റൈറ്റ്, റോയൽ എൻഫീൽഡ് അവിടെ നമ്മുടെ ക്രാഷ് ഗാർഡിൻ്റെ ആ ഒരു ഉണ്ടാക്കിയേക്കണത് വെയിറ്റ് ബാലൻസിങ് കൂടിയും കണക്കിലാക്കിയിട്ടായിരിക്കണം ആ ഒരു ക്രാഷ് ഗാർഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കാം അവരുടെ ഓൺ ആക്സസറി ആയിട്ടുള്ള ആ ഒരു ക്രാഷ് ഗാർഡ് യൂസ് ചെയ്യുമ്പോൾ ബ്രേക്കിംഗ് ഉണ്ടാവാത്തത്. ഒപ്പം നമ്മളുടെ സ്ക്രൂ ബോൾട്ട് ചെയ്യുന്നത് അതിനൊരു ടോർക്ക് ഉണ്ട്. ആ ഒരു ടോർക്ക് കണക്ക് അനുസരിച്ച് കൃത്യമായിട്ടാണ് ബോൾട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മളൊരു ആഫ്റ്റർ മാർക്കറ്റ് വയ്ക്കുമ്പോൾ ആഫ്റ്റർ മാർക്കറ്റ്സ് ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ വെയിറ്റ് ബാലൻസിങ് കാര്യങ്ങൾ കണക്കാക്കിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത്തരത്തിലൊരു ഡിഫറെൻറ്റ് വെയിറ്റ് സെനേറിയോ വരുന്ന ഒരു ക്രാഷ് ഗാർഡ് ഇത്തരത്തിൽ ഓൾറെഡി ടെൻഷൻ ക്യാരി ചെയ്യുന്നൊരു ഒരു ഫ്രെയിമിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അത് ബ്രേക്ക് ചെയ്യാനുള്ള കോസ്റ്റ് കൂടുന്നുണ്ട്. ഇതെൻ്റെ ഒരു കണക്കൂട്ടലാണ്. ഇത് എത്രത്തോളം കറക്റ്റാണെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ എക്സ്പേർട്സ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് തരാം. ഇഫ് ഐ എം റോങ് പ്ലീസ് ഡു കറക്റ്റ് മീ. ഇപ്പോൾ എൻ്റെ ഒരു കണക്കൂട്ടൽ ഞാൻ പറഞ്ഞു മാത്രം. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഈ വണ്ടി എടുക്കുന്നവർ തീർച്ചയായിട്ടും ആ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ക്രാഷ് ഗാർഡ്സ് യൂസ് ചെയ്യാതെ ആക്സസറി ആയിട്ടുള്ള തന്നെ യൂസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഇനിയിപ്പോൾ അത് വച്ചില്ലെങ്കിലും കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്യാവശ്യം സോളിഡ് ആയിട്ടുള്ള ക്രാഷ് ഗാർഡ് സൈഡിലായിട്ടൊക്കെ എൻജിൻ സൈഡിലായിട്ടൊക്കെ വരുന്നുണ്ട്. അത് തന്നെ അത്യാവശ്യം സോളിഡാണ്. ടാങ്കൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു സെയിം ഇഷ്യൂ നമ്മളുടെ സൂപ്പർ മെറ്റിയോറിലിപ്പോൾ ഈ റീസെൻ്റ്ലി ഞാൻ കുറച്ച് സ്റ്റോറീസിലായിട്ട് കണ്ടു, കുറച്ച് റീൽസിലൊക്കെ ആയിട്ട്. അതായത് റിയർ സസ്പെൻഷൻ 2 ബ്രേക്ക് ആവുന്നു. അതും ബ്രേക്ക് ആവുന്ന എല്ലാവരെയും ഒരുവിധം പേരുടെയും വണ്ടികളിൽ നമ്മുടെ ലഗേജ് കാരിയർ അവർ വച്ചിട്ടുണ്ട് ആഫ്റ്റർ മാർക്കറ്റ്, ചില ഏതൊരു 1-2 ബ്രാൻഡുകളുടെ. അപ്പോൾ അത് വയ്ക്കുന്ന ആൾക്കാരുടെ
റിയർ സസ്പെൻഷൻ ബ്രേക്ക് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഇതേപോലെ തന്നെ വെയിറ്റ് ക്യാരിയിങ്ങിൻ്റെ എന്തോ ഒരു റേഷ്യോ ഡിഫറൻറ്റ് വന്നിട്ടാണെന്നാണ് അറിഞ്ഞത്. എത്രത്തോളം കറക്റ്റാണെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം വണ്ടി എടുക്കുന്നതിന് മുന്നേ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, മനസ്സിൽ വയ്ക്കുക, എന്നിട്ട് ഒരു ഡിസിഷൻ എടുക്കുക. അതേപോലെ വണ്ടി ഓടിക്കാൻ നേരത്തിന് ഈ കയ്യിൻ്റെ അവിടെ ചെറിയ രീതിയിൽ പെയിൻ ഉണ്ട്, നമ്മുടെ ആങ്കിളിൻ്റെ ഒക്കെ അവിടെ. നേരെ കുറച്ച് കയ്യെ എടുത്തൊന്ന് സ്ക്വീസൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ പെയിൻ പോയി. അപ്പോൾ ആ ഒരു ഇരിക്കുന്നൊരു ആംഗിൾ ഡിഫറൻസിൻ്റെ ആയിരിക്കാം. ഞാൻ യൂസ്ഡ് അല്ലാത്തൊരു പോസ്റ്ററാണ് ഇത് സത്യം പറഞ്ഞാൽ. കാരണം എൻ്റെ വണ്ടി 220 ആണ്. അപ്പോൾ അതിൻ്റെ ഇത്തിരി കൂടി ലോവറായിട്ടാണ് ആ വണ്ടിയിൽ ഇരിക്കുന്നത്. ഇത്രയും ഹയറിൽ കൈ ഇത്രയും ഹയറായിട്ട് വയ്ക്കേണ്ടി വരാറില്ല എനിക്ക്. അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവാം തീർച്ചയായിട്ടും. ലെറ്റ്സ് സീ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ വണ്ടിയെ പറ്റി മെയിനായിട്ടുള്ളത്. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഞാൻ കമൻറ്റിൽ റിപ്ലൈ ചെയ്തിടാം. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോ വരാൻ കഴിയുന്ന പ്രതീക്ഷയോടെ ഐ എം ജെ ആൻഡ് ഐ വിൽ കാച്ച് യു ഇൻ നെക്സ്റ്റ് വൺ. ബൈ ബൈ.